പഴയ സീഡികൾ പരിശോധിച്ചപ്പോഴാണ് ഈ വീഡിയോ കയ്യിൽപ്പെടുന്നത്. എൻ്റെ ആദ്യ ഡാൻസ് വേദി. 2007 ഞാൻ അച്ഛൻ്റെ ഇഷ്ടപ്രകാരമാണ് ഡാൻസ് പഠിക്കാൻ ചേർന്നത്. 2ാം ക്ലാസ്സിൽ വെച്ച് പഠിക്കാൻ തുടങ്ങിയ ഞാൻ 2010 മെയ്യിൽ അരങ്ങേറ്റം നടത്തി. സിനിമാറ്റിക് ഡാൻസൊക്കെ മുമ്പ് ഉത്സവത്തിനൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേദി ആദ്യമായിട്ടായിരുന്നു. അമ്മയുടെയും അച്ഛൻ്റെയും സ്വപ്നമായിരുന്നു ഡാൻസിൻ്റെ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ഇട്ട് ചിലങ്ക കെട്ടി മകൾ ഒരു വേദിയിൽ നൃത്തം ചെയ്യുക എന്നത്. അച്ഛന് ക്ലാസിക്കൽ ഡാൻസ് വലിയ ഇഷ്ടമായിരുന്നു. ചേച്ചീനെ ചെറുപ്പത്തിൽ കൊണ്ടു ചേർത്തെങ്കിലും ശ്വാസമുട്ട് കാരണം അത് നിന്നു. ചേച്ചിയിലൂടെ സാധിക്കാൻ പറ്റാതിരുന്ന അച്ഛൻ്റെ ആഗ്രഹം എന്നിലൂടെ നിറവേറ്റി. അങ്ങനെ ആ ദിവസം മേക്കപ്പ് കഴിഞ്ഞ് ഞാൻ വരുന്നതും കാത്ത് അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും എല്ലാവരും ശ്രീശങ്കര ഡാൻസ് സ്കൂൾ ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്ന വേദിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തെറ്റിദ്ധരിക്കണ്ട, ഇത് ഞാനല്ല വരുന്നത്. ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് വന്നതാ, സഖാവ് ഉമ്മൻചാണ്ടി. ഇതാണ് ഞാൻ. മീനിന്റെ വാലും പിടിച്ചുകൊണ്ട് വരുന്നത് പോലെ ചെലങ്കയും പിടിച്ചു വരുന്ന ഞാൻ. ഒരു നർത്തകിയുടെ വേഷത്തിൽ എന്നെ കണ്ടപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരുപാട് സന്തോഷമായി. ഞാൻ ക്യാമറയിൽ നോക്കി പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ അച്ഛൻ്റെ കണ്ണ് എന്നിലായിരുന്നു. ആ കണ്ണിൽ ഞാൻ ഒരുപാട് സന്തോഷം കണ്ടു. മകളെ ഒരു നർത്തകിയാക്കാൻ സാധിച്ച ഒരച്ഛൻ്റെ സന്തോഷം. നല്ല തിരക്കായിരുന്നു. ഒരുപാട് പേരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വേദിയായിരുന്നു അവിടെ. മക്കളുടെ കൂടെ വരുന്ന മാതാപിതാക്കളുടെ എല്ലാം കണ്ണിലുണ്ട് ആ സന്തോഷം. പിന്നെ അമ്മ വന്ന് ചേർന്ന് നിന്നു. ആളുടെ മുഖത്ത് ഇത്തിരി കുറവുണ്ട്. വേറൊന്നല്ല, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. മകളുടെ നൃത്തം നേരിട്ട് കാണുന്നുള്ള ആഗ്രഹം കൊണ്ട് കൂടെ പോന്നതാണ്. പിന്നെ ഇതാ എൻ്റെ നാണക്കാരി ചേച്ചി. നല്ല നാടൻ പെൺകുട്ടിയാ. ഇപ്പൊ അത്ര നാടനല്ല കേട്ടോ, ആളിപ്പോ UK-കാരിയാ. ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും പരസ്പരം പിറുപിറുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, എല്ലാത്തിനും നല്ല ടെൻഷനായിരുന്നു. അരങ്ങേറ്റല്ലേ, ആദ്യമായിട്ടല്ലേ ഇത്രയും വലിയ വേദിയിലൊക്കെ. അതാ പല്ല് കാണിച്ചിരിക്കാൻ എല്ലാവരോടും എല്ലാ ക്യാമറമാന്മാരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പറ്റണ്ടേ, നല്ല നെഞ്ചെടുപ്പാ. വായിലൊക്കെ വെള്ളം വറ്റിയിട്ട് മൊത്തത്തിൽ എന്തോ ഒരു പരവശായിരുന്നു. ഇവിടെയൊക്കെ എന്നെ ഇത്രയും നല്ലതായിട്ട് കാണുള്ളൂ കേട്ടോ. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അധികം കാണുന്നൊന്നുമില്ല. ഞങ്ങളുടെ ഡാൻസൊക്കെ കാണാൻ എന്തോരം പേരാ വന്നേക്കുന്നേ. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് തുടങ്ങി. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെൻഷൻ കാരണമാണോ അതോ ഇത്രയും പേരെ കണ്ടതുകൊണ്ടുള്ള അമ്പരപ്പ് കൊണ്ടാണോ, നേരെ നോക്കി ചിരിച്ച് പ്രാക്ടീസ് ചെയ്തതുപോലൊന്നും കളിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഓർത്തു, ആദ്യമായിട്ടല്ലേ, നമുക്ക് ശരിയാക്കല്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരം, തടിയിൽ പേര് കുത്തിയ ഒരു ട്രോഫി. ഇന്നും ആ ട്രോഫി വീട്ടിലെ ഷോക്കേസിൽ കാണുമ്പോൾ അറിയാതെ ആ നൃത്തവേദിയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന 2ാം ക്ലാസ്സുകാരി ആവാറുണ്ട് ഞാൻ. പിന്നെ വീടെത്തി. ക്യാമറ ചേട്ടനും വീഡിയോഗ്രാഫറും കുറെ കഷ്ടപ്പെട്ടു എൻ്റെ പല്ല് കാണിച്ച് ചിരിക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പേക്കും മേക്കപ്പ് ഒക്കെ ഒലിച്ചു തുടങ്ങിയിട്ടോ. ഇരുകെട്ട കൺമഷിയൊക്കെ തെക്കും വടക്കും ഒക്കെ പോയിട്ടുണ്ട്. ഇതാ എൻ്റെ നൻപൻ.
ഈ ഫോട്ടോ കാണുമ്പോൾ ഇപ്പോഴും ചിരി വരാറുണ്ട്. അന്ന് അവന് എൻ്റെ പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നോ പോത്തുപോലെ വളർന്നൊരു വലിയ ചെക്കനാ. പിന്നെ ഫാമിലി ഫോട്ടോയും ചേട്ടന്മാരുടെ വക സ്നേഹ സമ്മാനവും എല്ലാം കഴിഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് എന്താ സന്തോഷം. പക്ഷെ എനിക്കത്ര സന്തോഷമില്ലായിരുന്നു കേട്ടോ. കാരണം തലയ്ക്ക് നല്ല ഭാരാണേ. ഈ ആഭരണങ്ങളും വെപ്പുമുടിയും വടയും ഒക്കെയും കൂടി, പിന്നെ കെട്ടുമുറുക്കിയ ഡ്രസ്സും, ആകെ മൊത്തത്തിൽ അസ്വസ്ഥതയാണ്. എല്ലാം ഊരിക്കളഞ്ഞ് ഒന്ന് ഫ്രീ ആവണം എന്നൊക്കെ തോന്നി. എന്നാലും ചിരിച്ചും കളിച്ചും കുറേ നേരം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. കാരണം അരങ്ങേറ്റം അത് ലൈഫിൽ ഒരു തവണയല്ലേ ഉള്ളൂ. പിന്നെ ആദ്യമായി എൻ്റെ പേരിൽ ലഭിക്കുന്ന സമ്മാനം. അങ്ങനെ മൊത്തത്തിൽ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അത്.